ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പുട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ളതും നല്ല കളർഫുള്ളുമാണ് ഇന്നത്തെ പുട്ടുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു വെജിറ്റബിൾ ചേർത്തിട്ടുള്ളൊരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ക്യാരറ്റ് അതും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. ഈ 1.5 കപ്പിൽ പകുതി ബീട്രൂട്ട് ചേർത്ത് പുഴുങ്ങുന്നതിനും പകുതി ക്യാരറ്റ് ചേർത്ത് പുഴുങ്ങുന്നതിനുമായിട്ട് മാറ്റിയെടുക്കാം. 1.5 കപ്പ് എടുത്തിരുന്ന പുട്ടുപൊടിയിൽ ഞാൻ പകുതി ബീട്രൂട്ട് വെച്ചുണ്ടാക്കുന്നതിനായിട്ട് ഈ ബൗളിലേക്ക് ഇട്ടിരിക്കുകയാണ്. ബീട്രൂട്ട് ഇട്ട് നനച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നമുക്കിതിട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പതുക്കെ ഇതൊന്ന് നനച്ചു കൊടുക്കാം. കാരണം ബീട്രൂട്ടിന് കൂടുതൽ വെള്ളമയം ഉള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ചാൽ പുട്ടിൻ്റെ പൊടി നനയാൻ ഭയങ്കര പാടായിരിക്കും. ഇത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഈ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതിന് 3 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചു കൊടുത്തു. പുട്ടിൻ്റെ പൊടി എപ്പോഴും നനയുമ്പം അത് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇങ്ങനെ പൊട്ടിപ്പോകാതിരിക്കണം. ഇതിപ്പോൾ കറക്റ്റ് പുട്ടിൻ്റെ പൊടി നനഞ്ഞിരിക്കുകയാണ്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ക്യാരറ്റ് വെച്ചുള്ള പുട്ടിൻ്റെ പൊടിയും നനച്ചെടുക്കാം. നമുക്ക് മറ്റൊരു ബൗളിൽ ബാക്കിയുണ്ടായിരുന്ന 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 പിഞ്ച് ഉപ്പുപൊടി ഇതിനും ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടരുത്, രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് കൂടിപ്പോകരുത്. ക്യാരറ്റ് ഹാഫ് ഗ്രേറ്റ് ചെയ്തോ നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും അരിപ്പൊടിയും കൂടെ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇത് ക്യാരറ്റിനകത്ത് ബീട്രൂട്ടിൻ്റെ അത്രയും വെള്ളമയമില്ല, അതുകൊണ്ട് നമുക്കിതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇതിപ്പം ഒട്ടും നനഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മറ്റേതിനകത്ത് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇവിടെയും ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പം നോക്കിക്കേ, കറക്റ്റ് പരുവത്തിനാണ് പുട്ടിൻ്റെ പൊടി നനഞ്ഞിരിക്കുന്നത്. രണ്ടും നമ്മൾ നനച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിനി പുട്ടുകുറ്റിയിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് ലെയർ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് 1 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് നിരപ്പാക്കിയിട്ട് 1/2 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനിയും ബീട്രൂട്ടിൻ്റേത് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒന്ന് നിരക്കെ വെച്ചിട്ട് വീണ്ടും നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റിൻ്റെ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. അത് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് നമുക്കിത് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് ഇത് കുത്തിയെടുക്കാം. ബാക്കിയും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മൂന്നാമത്തേത് നമ്മൾ ഉണ്ടാക്കിയെടുത്തു.
അങ്ങനെ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾ കൊണ്ട് നമ്മൾ പുട്ടുണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇതിന് വെജിറ്റബിൾ കറിയുടെ ആവശ്യമില്ല, ഒന്നും വേണ്ട, ചുമ്മാ നമുക്കിത് കഴിക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.